എന്നെ പേടിച്ചിട്ടാണ് ഈ അമ്മായിന്റെ വീട്ടിൽ ഓളെ കൊണ്ടാക്കിയിരിക്കുന്നത്. എടങ്ങേറ് പിടിച്ച സ്ഥലം. എവിടെ പോയി കിടക്കണടാ? എന്റെ നൗഷാദ് ഇങ്ങനെ തിരക്കൂട്ടല്ലേ. ഓള് വന്നു കഴിഞ്ഞാൽ നേരെ കേറുന്ന ഒരു ഒറ്റ വിടലാണ്, വേറെ അവിടെ നിർത്തൂല കേട്ടോ. ജാതി സ്ഥലത്തേക്ക് എത്ര നേരം വെച്ചാൽ കാത്തിക്ക. ദേവന്റെ സാധനം മിണ്ടല്ലേ. അൽഹംദുലില്ലാ. പൊന്നെ എനിക്ക് പറഞ്ഞല്ലോ, ആരും കണ്ടില്ലല്ലോ. അതെന്താണ് ഈ പണി കാണിക്കണ? തിരുവാഭരണോ? ഇതെന്ത് മലബാർ ഗോൾഡിന്റെ ഷോറൂം? കണ്ടു വെക്കലടാ പൂച്ചക്കട. ഈ ബണ്ണന്റെ വിളിച്ചോണ്ടെന്ന് ഹൈവേ വരിതാ സേഫ്. അവിടുന്ന് വോൾവോ ബസ് ഉണ്ട്. എന്തിനാണ്ടാ വെറുതെ ബേജാറാവണ്? ഇപ്പഴെങ്കിലും ഒന്ന് ഉഷാറാവ്. ഞാൻ ഉഷാറായിക്കോളെ. ഈ കേറിയ പിന്നെ കൊണ്ടുവന്നിക്കണ ബെൻസല്ലേ. അച്ഛനെ എനിക്ക് എന്നെ വണ്ടിക്കൊന്നും പറ്റില്ല. പിടിച്ച് ഈ വേറെ ബാഗൊന്നും കൊണ്ടുവന്നില്ല? ഇല്ല, വാങ്ങിക്കാലോ. അല്ല, ഈ പഴയതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. ഇന്നു മുതൽ നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഇനി എല്ലാം പുതിയ ഐറ്റംസ്, അതും ബ്രാൻഡഡ്. മനസ്സിലായി. ആരാ മെസ്സേജ്? അതിന്റെ കോളേജിലെ ഫ്രണ്ടാ, മുന്തിർ. ഓന്റെ മോന്തിടിച്ച് പൊളിക്കേണ്ടി വരും. ഈ കുടിച്ചുണ്ടോന്ന്? അതൊരു 2 പെഗ് ഒരു ധൈര്യത്തിന്. ഇന്ന് ആദ്യമായിട്ട് കുടിച്ചാണ് ഒരു 2 പെഗ് ഒരു ധൈര്യത്തിന്. നിസ്സാര കാര്യത്തിനല്ല നമ്മൾ തിരി കൊടുത്തിരിക്കുന്നത്. ഒരു മാപ്പിള ലഹളയാണ് തുടങ്ങാൻ പോകുന്നത്. എന്തുണ്ടേ ഈ പറഞ്ഞ നേരാണോ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ ജോയി? സൂപ്പിക്ക, നിങ്ങളോട് ഞാൻ കള്ളത്തരം പറയില്ലല്ലോ. ഇവിടുത്തെ മോട്ടർ എപ്പോഴും കേടാ. ഞാനാണെ നാളെ ഇവിടെ പണിയേറ്റിട്ടുണ്ട്. ടൂൾസ് ഇവിടെ വെച്ചിട്ട് പോകാൻ നോക്കുന്ന നേരത്ത് മുറ്റത്തൊരു ബൈക്ക്. എന്താ കണ്ടെന്ന് പറയടാ. ഞാൻ കണ്ട കാഴ്ചയുണ്ടല്ലോ, ചങ്കില് വെള്ളം പറ്റിപ്പോയിന്ന്. എന്റെ ചങ്ക് ഈ കാര്യം പറയടോ. താരാട്ട് പാടി കുട്ടികൾ ഉറക്കുമ്പോൾ ഇങ്ങനെ പാടുക, ഗണപതിയേ ഇന്റെ മഹാഗണപതിയേന്ന്. ഇന്റെ നെഞ്ചുണ്ടല്ലോ ഇക്ക, വാർത്താരും പറയാൻ പറ്റുന്നില്ലാന്ന്. യാക്കൂവിന്റെ അല്ലാതെ വേറെ ആരെ മോത്തോളം നോക്കൂലല്ലോ. അതൊക്കെ നാടകാടോ. സൂപ്പിക്ക, വാതിലും ജെല്ലും ഒക്കെ ഫുൾ സീൽഡാ. ഒരൊറ്റീച്ച പോലും പുറത്തു പോവില്ല. ഇക്കൊന്ന് മൂളിയാ മതി, ഈ പൊരങ്ങളെ എത്തിക്കും. ഓ ഇവിടെ നിന്ന് കഴിച്ചലാവരാ. മനഫേ, വെള്ളടിക്കുന്നില്ല നമ്മുടെ പിള്ളേരെ മുഴുവൻ കൂട്ടിക്കൊള്ളി. നമ്മുടെ കൂട്ടരല്ലാതെ ഒരാളത് അറിയില്ല. ഓക്കെ. ആരാണ് സുപ്പിയും കൂട്ടരോ? ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ പേടിച്ചപ്പനെ ഈ പോകുമ്പോയിന് ഇത് ഇവിടെ സ്ഥിരമായി നടക്കുന്ന പരിപാടിയാ. എന്നാണ് എന്റെ കണ്ണുപെട്ടത്. ഓനെ എന്തിനാ ഓളെ പറഞ്ഞ പോലെ? ഓനെയും ഓളയും ചൂരുമ്പോ ചാണം മുക്കി തക്കണം, അതാ വേണ്ടത്. ആദ്യം വിളിച്ചൊക്കെ വിളിച്ചിട്ട് തുറന്നിട്ട് ചവിട്ടി പൊളിക്കണം ഇല്ലേ സൂപ്പിക്ക? വേണ്ട, എലിനെ പൂച്ച തട്ടി കളിക്കുന്ന പോലെ നിനക്കൊന്ന് കളിക്കണം. സൂപ്പിക്ക, ഇതാണ്ടോ മഴ വരുന്നുണ്ട്. അപ്പുറത്തും ആളുണ്ട് ഇപ്പുറത്തും ആളുണ്ട്. ചുറ്റോടെ ആളാ. ഓൻ എന്തായാലും രക്ഷപ്പെടാൻ പോണില്ല. കണ്ണൂർ ഗായത്രി പാടി തർക്കുകയാണ്. ഇങ്ങനെ പോയ നേരം വിളിക്കും. നീ പെട്ടെന്ന് നമ്മുടെ ഗണപതി സൂപ്പിയുടെ കയ്യിൽ പെട്ടു. അവിടെ എന്ത് പറ്റി? നിങ്ങളെ അയൽപക്കത്തിലുള്ള പാട്ട് ടീച്ചർ ഉണ്ടല്ലോ, ഓളുടെ വീട്ടിൽ കയറി ഓനെ സൂപ്പിന്റെ ആൾക്കാർ വളഞ്ഞു വെച്ചിരുന്നു. പണിയായല്ലോ. ഇവനൊക്കെ കേറാനും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോഴേ കണക്ക് വന്നു. പുറത്ത് ആൾക്കാർ കൂടി വരികയാണ്. ഷാറിന്റെ ഫോണും തരൂ. അത് മഴ വന്നപ്പോൾ ഫോൺ ഞാൻ ബൈക്കിന്റെ ടാങ്കോറിൽ വെച്ചു.
അല്ല എൻ്റെ ഫോൺ അവിടെ. എന്റെ ഫോൺ ഞാൻ നന്നാക്കാൻ കൊടുത്തിരിക്കുക. നീ ഗാനമേളയാക്കാൻ പോയില്ലേ? ഞാനിവിടെ വെറുതെ ഇങ്ങനെ അപ്പൊ നീയും കൂടി ഒക്കെ അറിഞ്ഞിട്ടുള്ള സെറ്റപ്പ് അല്ലേ? നടക്കട്ടെ. ഒന്ന് പോയേക്കാം. മോനെ വിഷ്ണു, ടീച്ചർക്ക് നിന്റെ ഫോണും തരുമോ? സുഭദ്രേച്ചി വിളിക്കാനാ, അല്ലെങ്കിൽ നീ ഒന്ന് വിളിച്ചു തന്നാ മതി. ഫോണൊക്കെ തരാ. ആ ഗണപതിനെ വിളിച്ച പോലെ നാളെ എന്നെയും വിളിക്കൂ. എന്ത്? എന്നെ അകത്ത് കയറ്റുമോന്ന്. ടീച്ചറെ എനിക്ക് അത്ര ഇഷ്ടാ. എൻ്റെ ഒരു ആഗ്രഹം. പ്ലീസ് ടീച്ചറെ. ടീച്ചർ പോലെ ടീച്ചറെ. ടീച്ചറെ കണ്ടപ്പോ മുതലുള്ള പുതിയ ഒരു പ്രാവശ്യം മതി ടീച്ചറെ. പ്ലീസ് ടീച്ചറെ. എന്താണ് പരിപാടി? ഉള്ളിലെ ഗണപതി ഉണ്ടിക്ക. ഗണപതി ആത്തു നമുക്കറിയാം. കൂടി പോടാ. താ പോടോ ആദ്യം. മുട്ടന്ന് വരുന്നില്ല. ഈ ചെറുക്കനൊന്നും ഉറക്കില്ലേ? ചെക്കന്മാര് തുറക്കാൻ നോക്കണം. എന്താണ് തിരിഞ്ഞിക്കണേ? ഒരേ പോടാ. ഈ പോടാ കുലുക്കി. ആർത്തി പൂച്ചളക്കുക കൂറിയിട്ട് ചെക്കൻ. ഞാൻ സൂപ്പിക്കാനൊന്ന് കാണട്ടെ. ആ ചെക്കനെ ഓൾക്ക് എന്തോ സിഗ്നൽ കൊടുക്കാൻ പറഞ്ഞ ഓനും ഈ പിടത്തെ കുറ്റിയാ. ഈ കോഴിക്കോടിനെ അന്നെ കൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് തീറ്റിക്ക് കിടക്കണം.